ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? വലിയ ദേശീയ ചർച്ചകളിലേക്കോ ഡൽഹിയിലേക്കോ അല്ല. അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വന്തം മണ്ണിലാണ്. കേരളത്തിലെ തൃശ്ശൂരിലുള്ള വടക്കാഞ്ചേരി എന്ന ഒരൊറ്റ നിയോജക മണ്ഡലത്തിൽ. അതെ, ഇന്ന് നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മുൻനിർത്തി മികച്ച ഭരണത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് പരിശോധിക്കുന്നത്. നമ്മുടെ വിശകലനത്തിന്റെ കേന്ദ്രം ഇതാണ്: വടക്കാഞ്ചേരി. ഒറ്റനോട്ടത്തിൽ ശാന്തമായൊരു പ്രദേശം. പക്ഷേ കുറച്ചുകൂടി അടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ തന്നെ ഒരു ചെറിയ പതിപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങളും അവരുടെ നിരാശകളും പ്രതീക്ഷകളുമെല്ലാം ചേർന്നാണ് ഒരു വലിയ രാഷ്ട്രീയകത രൂപപ്പെടുന്നത്. ഈ ഒരു ചിന്തയാണ് നമ്മുടെ ഈ മുഴുവൻ വിശകലനത്തിന്റെയും അടിത്തറ. കാരണം യഥാർത്ഥ നേതൃത്വം എന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും പാതിരാത്രിയിൽ നിലയ്ക്കുന്ന കറണ്ടും പൈപ്പിൽ വരാത്ത വെള്ളവുമൊക്കെ അറിയുന്നതിൽ നിന്ന്. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. തെരഞ്ഞെടുപ്പ് കണക്കുകളിലേക്കും രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്കും കടക്കുന്നതിനു മുൻപ് വടക്കാഞ്ചേരിയിലെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ? കാരണം എല്ലാ രാഷ്ട്രീയത്തിന്റെയും തുടക്കം അവിടെ നിന്നാണ്. വടക്കാഞ്ചേരിയുടെ സാമൂഹിക ഘടന വളരെ സങ്കീർണമാണ്. പല മതവിഭാഗത്തിൽപ്പെട്ടവർ, പല തട്ടിലുള്ളവർ, അവരെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടം. പക്ഷേ ഈ സാമൂഹിക ഘടനയ്ക്ക് മുകളിൽ ഒരു വലിയ സാമ്പത്തിക സമ്മർദ്ദമുണ്ട്. തൊഴിലില്ലായ്മയും അതിനേക്കാൾ രൂക്ഷമായ വിലക്കയറ്റവും ഓരോ വീടിനെയും ശ്വാസം മുട്ടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് തീപിടിപ്പിക്കുന്നത്. ഈ കണക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കേരളത്തിലെ വിലക്കയറ്റം ദേശീയ ശരാശരിയേക്കാൾ ഏകദേശം ഇരട്ടിയാണ്. ലളിതമായി പറഞ്ഞാൽ വടക്കാഞ്ചേരിയിലെ ഒരു സാധാരണ കുടുംബത്തിന് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ ഇന്ത്യയിലെ മറ്റൊരിടത്തുള്ളവരെക്കാൾ വലിയൊരു ഭാരം ചുമക്കേണ്ടി വരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഈയൊരു സാമൂഹിക പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇനി ഈ ജനങ്ങൾ വോട്ടിംഗ് മെഷീനിലൂടെ നമ്മളോടെന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഈ അക്കങ്ങൾ വെറും സംഖ്യകളല്ല, അതൊരു ജനവിധിയാണ്. അതിലൊരുപാട് കഥകളുണ്ട്. കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 76% കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? ഇത് നിസ്സംഗരായൊരു ജനക്കൂട്ടമല്ല, മറിച്ച് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള, അതിലിടപെടാൻ തയ്യാറുള്ള ഒരു സമൂഹമാണ് വടക്കാഞ്ചേരിയിലേത്. ആ ഉയർന്ന പോളിംഗിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 81,000-ൽ പരം വോട്ടുകളാണ്. അതായത് അതൊരു ശക്തമായ ജനപിന്തുണയുടെ തെളിവാണ്. പക്ഷേ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് അടുത്ത നമ്പറിലാണ്. ഭൂരിപക്ഷം 15,000-ൽ പരം വോട്ടുകൾ. ഈയൊരു സംഖ്യയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളിയുടെ വലിപ്പവും ഇത് കാണിച്ചു തരുന്നു. ഇവിടെയാണ് കളി ശരിക്കും മാറുന്നത്. വിജയിക്ക് നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയെങ്കിലും കോൺഗ്രസിനും ബി.ജെ.പിക്കും ഇവിടെ കാര്യമായ വോട്ട് വിഹിതമുണ്ട്. ഇത് വെറുമൊരു രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. അതായത് ചെറിയ വോട്ട് ചോർച്ചകൾ പോലും ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരിടം. ഇവിടെയാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന ഓരോ പൗരന്റെയും അന്തസ്സും അഭിപ്രായ സ്വാതന്ത്ര്യവും വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ജനങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ സ്വകാര്യതയും നമ്മൾ മാനിക്കണം. ഇനി നമുക്ക് വീണ്ടും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരാം. തെക്കുംകരയിൽ ചെന്നാൽ ആളുകൾക്ക് പറയാനുള്ളത് രണ്ട് വലിയ ഭീഷണികളെക്കുറിച്ചാണ്. ഒന്ന്, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ. രണ്ട്, രാത്രിയായാൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ. ഇത് വെറുമൊരു അസൗകര്യമല്ല, അവരുടെ ജീവനും സ്വത്തിനുമുള്ള ഭീഷണിയാണ്. അവണൂരിലേക്ക് വന്നാലോ? അവിടെ പ്രശ്നം റോഡുകളാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പോരാത്തതിന് എപ്പോൾ വേണമെങ്കിലും കറണ്ടും പോകും. കുട്ടികളുടെ പഠിപ്പ് മുതൽ വീട്ടിലെ ജോലികൾ വരെ എല്ലാം താളം തെറ്റുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഒരു നാടിനെ എങ്ങനെയാണ് മുന്നോട്ടു പോകാൻ കഴിയുക? ഇനി വടക്കാഞ്ചേരി ടൗണിലെ കാര്യമെടുത്താൽ നമ്മൾ കാണുന്നത് പാഴായിപ്പോയ വാഗ്ദാനങ്ങളാണ്. പാവപ്പെട്ടവർക്ക് വീട് നൽകേണ്ട ലൈഫ് മിഷൻ ഫ്ളാറ്റുകൾ പണിതീരാതെ നിൽക്കുന്നു. ചികിത്സയ്ക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഒരു MRI സ്കാനർ പോലുമില്ല. വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു, പക്ഷെ അതൊന്നും സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമുണ്ടാക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജനവിധി നിലവിലെ ഭരണകക്ഷിക്ക് അനുകൂലമായത്? എവിടെയാണ് ഭരണപക്ഷത്തിന് ശക്തി? എവിടെയാണ് പ്രതിപക്ഷത്തിന് പിഴച്ചത്? നമുക്ക് ആ ജനവിധിയുടെ ഉള്ളറകളിലേക്കൊന്ന് നോക്കാം. നിലവിലെ MLAയെ വിലയിരുത്തുമ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെയാണ് കാര്യങ്ങൾ. ഒരു വശത്ത് ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള, പ്രാദേശികമായി ശക്തനായൊരു നേതാവ്. എന്നാൽ മറുവശത്ത് വീട്, വെള്ളം, റോഡ്, ഇങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് നൽകിയ വലിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്തതിന്റെ ഒരു നിഴലുമുണ്ട്. ഈ ചാർട്ട് ആ ദൗർബല്യം വളരെ വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ജനങ്ങൾക്കിടയിലെ വിശ്വാസത്തിന്റെ കാര്യത്തിലും ഒരു ശരാശരി പ്രകടനം.
എന്നാൽ ക്ഷേമപദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രകടനം വളരെ മോശമാണ്. ഇതാണ് പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വിടവ്. ഇനി പ്രധാന എതിരാളിയെ നോക്കാം. അനിലക്കരയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നല്ല പേരുണ്ട്. പ്രത്യേകിച്ച് അടാട്ടു പഞ്ചായത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ ജലവിതരണ കാർഷിക പദ്ധതികൾ അത് വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ അതൃപ്തിയുള്ളവരെ, യുവജനങ്ങളെ, കർഷകരെ അവരെയൊക്കെ തന്നിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെന്താണെന്ന് വ്യക്തമായി. കളത്തിലുള്ള പ്രധാനികളെയും നമ്മൾ കണ്ടു. ഇനി അടുത്ത ചോദ്യം, ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം? വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു തന്ത്രപരമായ സമീപനം ആവശ്യമാണ്. ഞങ്ങളിതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. പക്ഷേ പേരുകേട്ട് ആശയക്കുഴപ്പത്തിലാകേണ്ട. വളരെ ലളിതമായൊരാശയമാണിത്. ജനങ്ങളുടെ പ്രശ്നങ്ങളെ 4 പ്രധാന ഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും കൃത്യമായ പരിഹാരം നൽകുക. സർക്കാരിന്റെ വീഴ്ചകളെ ശക്തമായി തുറന്നുകാട്ടുക. അതേസമയം സ്ഥിരതയുള്ളൊരു ഭരണം വാഗ്ദാനം ചെയ്യുക. പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. പിന്നെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക. ഇതാണ് ആ 4 മുഖങ്ങൾ. ഈ തന്ത്രത്തിന് 4 തൂണുകളുണ്ട്. ഒന്നാമത്തേത് ശിവനെപ്പോലെ സർക്കാരിന്റെ പരാജയങ്ങളെ ശക്തമായി തുറന്നുകാട്ടുക. രണ്ടാമത്തേത് വിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും വികസനവും ഉറപ്പു നൽകുക. മൂന്നാമതായി ബ്രഹ്മാവിനെപ്പോലെ തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അവസാനമായി ദുർഗയെപ്പോലെ കർഷകർക്കും സാധാരണക്കാർക്കും സുരക്ഷയും സംരക്ഷണവും ഉറപ്പു നൽകുക. വെറുതെ ഒരു തന്ത്രമുണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ജനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കൂ. ഉദാഹരണത്തിന്, നിലച്ചുപോയ ലൈഫ് മിഷൻ പദ്ധതിയെ വിമർശിക്കുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് ഭരണകക്ഷിയിൽ അതൃപ്തിയുള്ള വോട്ടർമാരുടെ മനസ്സിലാണ്. സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ മധ്യവർഗ കുടുംബങ്ങളാണ്. ഓരോ സന്ദേശത്തിനും ഒരു കേൾവിക്കാരനുണ്ട്. അപ്പോൾ ഈ കണക്കുകളിൽ നിന്നും വിശകലനങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന വലിയ പാഠമെന്താണ്? വടക്കാഞ്ചേരിയുടെ ഈ കഥ നമ്മളോട് പറയുന്ന ആത്യന്തികമായ സത്യമെന്താണ്? ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. തെരഞ്ഞെടുപ്പുകൾ എന്നത് ജയിക്കാനും തോൽക്കാനുമുള്ള ഒരു മത്സരം മാത്രമല്ല. അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും നല്ല ഭരണം കാഴ്ചവെക്കാനുമുള്ള ഒരു ഡേറ്റ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ പ്രസക്തമാകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന ഡേറ്റ ശേഖരിക്കുമ്പോൾ അവരുടെ സമ്മതത്തോടെയും വിശ്വാസത്തോടെയും വേണം അത് ചെയ്യാൻ. നമ്മൾ ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളും പരാതികളും വോട്ടുകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും നിരന്തരം നമ്മളെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൃത്യമായ ഡേറ്റയാണ്. അങ്ങനെയെങ്കിൽ ആ ഡേറ്റയെ അവഗണിക്കാൻ ഒരു നേതാവിന് എങ്ങനെയാണ് സാധിക്കുക? നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യുകയോ 080420416002 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.